മുഖ്യമന്ത്രിക്കെതിരായ മാത്യു കുഴൽനാടന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന CPM നിലപാട് ശരിവെക്കുന്നതാണ് കോടതി വിധിയെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കുഴൽനാടന്റെ ആരോപണം ഏറ്റുപിടിച്ച മാധ്യമങ്ങൾ അപഹാസ്യരായി. മുഖ്യമന്ത്രി യാത്ര പോയത് സ്വന്തം ചെലവിലാണെന്നും കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതിയോടെയാണ് യാത്രയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുകയാണ്. മാത്യു കുഴൽനാടന്റെ മുഖ്യമന്ത്രിക്കെതിരായ ഹർജി വിജിലൻസ് കോടതി തള്ളിയതോടെ CPM പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നതാണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് മാത്യു കുഴൽനാടൻ ഇക്കാര്യത്തിൽ വിവാദമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതെന്നും ആരോപണം പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിലേക്ക് എത്തിയതുമെന്നായിരുന്നു CPM ആദ്യം മുതൽ എടുത്ത നിലപാട്. ആ നിലപാട് ശരിവെക്കുന്നതാണ്. രാഷ്ട്രീയ പ്രേരിതമായ ഹർജിയാണ് കോടതിയിൽ എത്തിയതെന്ന കാര്യം കോടതി തന്നെ വ്യക്തമാക്കുന്നതിലൂടെ ഉണ്ടായിട്ടുള്ളതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. ഇത്തരം വിവാദങ്ങൾക്ക് പിറകെ പോയി CPIM-നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. മാത്യു കുഴൽനാടൻ്റെ വില കുറഞ്ഞ ആരോപണങ്ങൾ ഏറ്റെടുത്ത് മാധ്യമങ്ങൾ നടത്തിയ വിവാദമുണ്ടാക്കാനുള്ള ശ്രമവും അത് പരിഹാസ്യമായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നും കൃത്യതയോടുകൂടി കാര്യം പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്കാർക്കും ഒരു ചർച്ചയില്ല. ചർച്ച നടത്തേണ്ടുന്ന ഒരു വിഷയമായിട്ട് അതാരും പരിഗണിക്കുന്നില്ല. കുഴൽനാടനോട് ഞങ്ങൾ പറഞ്ഞത്, കുഴൽനാടന് ഇങ്ങനെയുള്ളൊരു കേസ് ഒരു വിധി വാങ്ങിയത് നന്നായി. കാരണം ഈ കാപട്യ മുഴുവൻ തുറന്നു കാണിക്കാൻ ഇവിടെ കേന്ദ്ര ഏജൻസി ഉൾപ്പെടെയുള്ള നിരവധി ഏജൻസികളെ വിധി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതാണ്ട് എന്താണ് എന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അത് നന്നായി. പുതുതായി മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തുന്നത്. CPIM-നെയും ഇടതുപക്ഷത്തിനെയും തകർക്കുക എന്ന അജണ്ട മാത്രമാണ് അതിന് പിന്നിലുള്ളത്. മുഖ്യമന്ത്രി പോയത് സ്വന്തം ചിലവിലാണ്. കുറേ കാലങ്ങളായി, മാസങ്ങളായി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പല ആവശ്യങ്ങൾക്കുമായി നവകേരള സദസ്സിലും കേരളീയം പരിപാടിയിലും ഉൾപ്പെടെ സജീവമായി വിശ്രമമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭരണപരമായ കാര്യങ്ങളിൽ ഒന്നും കൃത്യമായി ഇടപെടാനുള്ളൊരു സാഹചര്യം ജൂൺ 6 വരെ ഇല്ല. അതുകൊണ്ടാണ് കുറച്ച് ദിവസം മാറി നിൽക്കാം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി സ്വന്തം ചിലവിൽ വിദേശത്ത് പോയത് എന്ന കാര്യവും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. 4 തീയതി വരെ, അടുത്ത മാസം 4 തീയതി വരെ, ജൂൺ 4 വരെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയപരമായ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകാനാവില്ല എന്ന പരിമിതി കൂടി കണക്കിലെടുത്ത് ഈ ഒരു തിരക്ക് പിടിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണത് ആഗ്രഹിക്കുന്നത്? അതിൽ സ്വന്തം പണം തന്നെയാണ്. CPM-നെതിരായി നിരന്തരമായി ഉയർത്തുന്ന ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും മാധ്യമങ്ങൾ സ്വയം മാധ്യമങ്ങളുടെ വില കളയരുതെന്ന കാര്യവും കൂട്ടിച്ചേർത്താണ് ഗോവിന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. വിജിൻ വായാന്തോടാണ് വാർത്താ സമ്മേളനത്തിന്റെ വിശദമായ വിവരങ്ങൾ നൽകിയത്.